പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. സോ ഞാനിപ്പോൾ ഇവിടെ അഞ്ച് മണിയായി ഓൾമോസ്റ്റ് രാവിലെ. ഞാൻ എൻ്റെ വീടിൻ്റെ അടുത്തുള്ളൊരു ജിമ്മിൽ, അതായത് ചാത്തന്നൂർ ഊറാമുള്ള ഒരു ജിമ്മിൽ, ആക്സ് പ്രോ ഫിറ്റ്നസ് ജിമ്മിൽ ഞാനിപ്പോൾ ട്രെയിനറായിട്ട് ജോയിൻ ചെയ്തേക്കുവാണ്. സോ ഞാൻ രാവിലെ അപ്പോൾ ആ ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അച്ഛനുണ്ട് കൂടെ. സോ അങ്ങനെ രാവിലെ ഞാൻ ജിമ്മിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഞാൻ ജിമ്മിലെത്തി കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ജിം എങ്ങനെയുണ്ടെന്ന് ഞാൻ തുറന്ന് കാണിച്ചു തരാം. അത്യാവശ്യം നല്ല എക്യുപ്മെൻറ്റ്സ് ഒക്കെയുള്ള ജിമ്മാണ്. സോ ഞാൻ ജിമ്മിലെത്തി കഴിഞ്ഞിട്ട് ജിമ്മിൻ്റെ ചെറിയൊരു വീഡിയോ ഞാൻ തുറന്നിട്ട് കാണിച്ചു തരാം. ഓക്കെ, ഇവിടെ ഉണ്ട്. സോ നമ്മൾ ലൈറ്റ് തപ്പി പിടിച്ചിട്ട് ലൈറ്റിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സെക്ഷൻ. ഇവിടെ നമുക്ക് ഡംബിൾസ് ഒക്കെ ഉണ്ട്. നമുക്ക് 2.5 കിലോ തൊട്ട് 50 കിലോ വരെ ഡംബിൾസ് നമുക്കുണ്ട്. നമുക്കിവിടെ ഒരു സ്ക്വാട്ട് മെഷീൻ സെക്ഷനുണ്ട്. അത് കഴിഞ്ഞിട്ട് ഈ റൂമിലാണ് നമുക്ക് മെഷീൻ്റെ സെക്ഷൻസ് എല്ലാം. അത്യാവശ്യം നല്ല മെഷീനുണ്ട്. നമുക്ക് ലെഗ് പ്രസ് ഉണ്ട്. പിന്നെ അത് നമുക്ക് നമ്മുടെ ബാക്കിൻ്റെ മെഷീനാണ്. ഓക്കെ, സോ ഞാൻ എൻ്റെ വർക്കൗട്ട് വൈകിട്ടിൽ നിന്നും രാവിലേക്ക് മാറ്റിയായിരുന്നു. ഞാൻ രാവിലെ ഒരു 6 മണിയാകുമ്പോഴാണ് വർക്കൗട്ട് ചെയ്യുന്നത്. ഞാൻ തിരക്ക് ഇരിക്കുന്ന സമയത്ത് വർക്കൗട്ട് ഫിനിഷ് ചെയ്യാൻ നോക്കും. എൻ്റെ ഇന്ന് ചെസ്റ്റ് ഡേ ആയിരുന്നു. സോ ഞാനൊരു വീഡിയോ ഇതിനകത്ത് ഷൂട്ട് ചെയ്തത്. ചെസ്റ്റിൽ നമ്മൾ ഇംഗ്ലൈൻ പ്രസ് ചെയ്യുന്ന വീഡിയോ മാത്രമേ ഇതിനകത്ത് ഷൂട്ട് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് കുറച്ച് വർക്കൗട്ടുകൾ ചെയ്തായിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്തില്ലെന്ന്. ഓക്കെ, സോ ഇത് ചെയ്യുമ്പോഴും ഞാൻ നോർമലി സെയിം പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നത്. ആദ്യമേ വാംപ്പ് ചെയ്യുക, പിന്നെ ഒരു ഹെവി വെയിറ്റ് ഇട്ട് ഒരു 2-3-4 റെപ്പുള്ള ഒരു സെഷൻ ചെയ്ത് വീണ്ടും അതിൻ്റെ ആ മൂവ്മെൻറ്റുമായിട്ട് കംഫർട്ടബിളായിട്ട് മാത്രമാണ് നമ്മൾ ടോപ്പ് സെറ്റിലോട്ട്, അതായത് നമ്മുടെ ലാസ്റ്റ് സെറ്റിലോട്ട് പോണത്. ഓക്കെ, ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ജിമ്മ് ഓപ്പൺ ചെയ്തേ ഉള്ളൂ. എനിക്ക് പ്രോപ്പറായിട്ട് അകത്ത് കാണിക്കാൻ പറ്റിയില്ല. സോ ഇന്ന് ഞാൻ പ്രോപ്പറായിട്ട് നമ്മുടെ ജിമ്മിൻ്റെ എക്യുപ്മെൻറ്റ്സും ഡംബൽസും എല്ലാം ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ ഇതാണ് നമ്മുടെ എൻട്രൻസിലോട്ട് കയറുന്ന സമയത്ത് നമുക്ക് ഡംബൽ റാക്കാണ് കാണുന്നത്. ഡംബൽ റാക്കിൽ 2.5 കിലോ തൊട്ട് 50 കിലോ വരെയുള്ള ഡംബൽ ജിമ്മിലുണ്ട്. സോ ഓരോ വെയ്റ്റും 2.5 കിലോ വെച്ചാണ് ഇൻക്രീസ് ചെയ്ത് പോകണം. അങ്ങനെ 50 കിലോ വരെ വെയ്റ്റ് ഡംബലിലുണ്ട്. പിന്നെ സ്ക്വാട്ട് റാക്ക് ഉണ്ട്. സ്ക്വാട്ട് റാക്കിൽ നമുക്ക് സ്മിത്ത് മെഷീനും നമുക്ക് നോർമൽ ബാർബൽ സ്ക്വാട്ട് ചെയ്യാവുന്ന, പിറകിൽ ബാർബൽ സ്ക്വാട്ട് ചെയ്യുന്ന സംവിധാനവും അതിൻ്റെ ഫ്രണ്ടിൽ സ്മിത്ത് മെഷീനുമായിട്ട് നോർമലായിട്ട് സ്ക്വാട്ട് റാക്ക്. അതിൻ്റെ പ്ലേറ്റ്സും സൈഡുണ്ട്. അതിൻ്റെ പ്ലേറ്റ്സ് നമുക്ക് 5 കിലോ തൊട്ട് 25 കിലോ വരെയുള്ള പ്ലേറ്റ്സ് ഉണ്ട്. പിന്നെ ഉള്ളത് ബെഞ്ചസാണ്. ബെഞ്ചസ് നമുക്ക് ഫ്ലാറ്റ് ഉണ്ട്, 2 ഫ്ലാറ്റ്, ഒരു പ്രീച്ചറിൻ്റെ ബെഞ്ച്, പിന്നെ നമുക്ക് ലോവർ അബ്ഡോമൻ്റെ ബെഞ്ച്, 2 ചെയറും, പിന്നെ ഒരു ഇംഗ്ലണ്ടിൻ്റെ ബെഞ്ചും. പിന്നെ ഇവിടെയാണ് റിസപ്ഷനിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ നെക്സ്റ്റ് റൂമിലാണ് നമ്മുടെ മെഷീൻസ് ഇരിക്കുന്നത്. സോ മെഷീനിൽ നമ്മൾ തുടങ്ങുന്നത് നമ്മുടെ സീറ്റഡ് റോ ആണ്, ബാക്കിൻ്റെ സീറ്റഡ് റോ. പിന്നെ പോകുമ്പോൾ സൂപ്പർ സ്ക്വാട്ടിൻ്റെ മെഷീനുണ്ട്. സൂപ്പർ സ്ക്വാട്ടിൻ്റെ മെഷീൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് സ്ക്വാട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നൊരു മെഷീനാണ്, വെയിറ്റ് ലോഡഡ്. പിന്നെ പ്രീച്ചർ ഉണ്ട്. അതുപോലെ തന്നെ അഡ്ജസ്റ്റബിൾ മൾട്ടിപ്രസ് ഉണ്ട്. ഇപ്പോൾ മൾട്ടിപ്രസ്സിനകത്ത് ഇതിനകത്ത് നമുക്ക് ചെസ്റ്റ് ചെയ്യാം, ഇൻക്ലൈൻ ചെസ്റ്റും ഫ്ലാറ്റ് ചെസ്റ്റും, അതുപോലെ തന്നെ നമുക്ക് ഷോൾഡറും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ചെയ്യാം. പിന്നെ നമുക്ക് ലെഗ് പ്രസ് ഉണ്ട്. ലെഗ് പ്രസ്സും അതുപോലെ തന്നെ ലെഗ് പ്രസ് അല്ല, ലെഗ് എക്സ്റ്റൻഷനും ഹാംസ്ട്രിങ് കേളും ചെയ്യുന്ന മെഷീൻ. പിന്നെ പുൾ ഡൗൺ, പിന്നെ ഹാംസ്ട്രിങ് കേള് കിടന്ന് ചെയ്യുന്ന മെഷീൻ. പിന്നെ നമുക്ക് ബട്ടർഫ്ലൈ, പിന്നെ ടീ ബാർ റോ ഉണ്ട്, ഒരു ഇൻക്ലൈൻ ടീ ബാർ റോ, അതിൻ്റെ മെഷീൻ, അതും പ്ലേറ്റ് ലോഡറാണ്. പിന്നെ നമുക്ക് ചിന്നപ്പും ഡിപ്സും ചെയ്യാൻ പറ്റുന്ന അസിസ്റ്റൻറ്റ് മെഷീൻ ഉണ്ട്. സോ അതിൽ നമുക്ക് വെയിറ്റ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ബിഗിനേഴ്സിനൊക്കെ പുള്ളപ്പ് ചെയ്യാൻ എളുപ്പമായിരിക്കും. പിന്നെ നമുക്കുള്ളത് അഡക്ടർ മെഷീൻ, പിന്നെ ആപ്സിൻ്റെ, പിന്നെ ഷ്രഗ്സും ഡിപ്സും ചെയ്യുന്ന മെഷീൻ, പിന്നെ ഹൈപ്പർ എക്സ്റ്റൻഷൻ, പിന്നെ സൈക്കിൾസ്, പിന്നെ കേബിള്. ഓക്കെ, കേബിളിൽ ഇതാണ് നമ്മുടെ മെയിൻ കേബിൾ. അപ്പോൾ കേബിളിൻ്റെ എല്ലാ മൂവ്മെൻറ്റ്സും ഇവിടെ ചെയ്യാൻ പറ്റും. പിന്നെ കാർഡിയോ സെഷനിൽ എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ പറഞ്ഞ പോലെ 2 സൈക്കിൾസ് ഉണ്ട്, ട്രെഡ്മിൽ ഉണ്ട്, അതുപോലെ തന്നെ റണ്ണിങ് മെഷീൻ ഉണ്ട്. പിന്നെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പോകുന്നത് നെക്സ്റ്റ് നമ്മുടെ അടുത്ത സൈഡിലോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് ഫസ്റ്റ് ചെസ്റ്റ് പ്രസ്സിൻ്റെ മെഷീൻ കാണാം, ഇംഗ്ലൈൻ ചെസ്റ്റ് പ്രസ്, പിന്നെ ഷോൾഡർ പ്രസ്. സോ മൾട്ടി പ്രസ്സിന് നമുക്ക് ഷോൾഡർ പ്രസ് ചെയ്യാം, പക്ഷേ ഇത് നമ്മൾ പ്ലേറ്റ് ലോഡഡ് ഷോൾഡർ പ്രസ്സാണ്. ഓക്കെ, അപ്പോൾ പ്ലേറ്റ് ലോഡ് ചെയ്ത് ചെയ്യണമെങ്കിൽ ഇവിടെ ചെയ്യാം. പിന്നെ നമുക്ക് ഫ്ലാറ്റ് ബെഞ്ച് പ്രസ് ഉണ്ട്, ഡിക്ലൈൻ ബെഞ്ച് പ്രസ്, ഇൻക്ലൈൻ ബെഞ്ച് പ്രസ്. അപ്പോൾ ഈ 3 ബെഞ്ചസും ഉണ്ട്.
പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലെഗ് എക്സ്റ്റൻഷൻ്റെ പ്ലേറ്റ് ലോഡഡ് ഉണ്ട്, ഓൾഡ് സ്കൂൾ രീതിയിലുള്ള പ്ലേറ്റ് ലോഡ് ചെയ്യുന്ന ലെഗ് എക്സ്റ്റൻഷൻ ഉണ്ട്. അതുപോലെ തന്നെ പിൻ വെച്ച് ചെയ്യുന്ന ലെഗ് എക്സ്റ്റൻഷൻ ഉണ്ട്. പിന്നെ നമുക്ക് ചെസ്റ്റ്, ഞാനിപ്പോൾ ഫസ്റ്റ് വീഡിയോയിൽ ചെയ്തുകൊണ്ടിരുന്ന വർക്കൗട്ട്, അതായത് ചെസ്റ്റ് പ്രസ്സും അതിൻ്റെ ബാക്കിലിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ പുൾ ഡൗൺ ആണ്, റിവേഴ്സ് പുൾ ഡൗൺ ബാക്കിന് വേണ്ടിയിട്ടുള്ള മെഷീൻ. ഓക്കെ, പിന്നെ ഇവിടെ സീറ്റഡ് കാഫ് റേസും പിന്നെ നമുക്ക് ലെഗ് പ്രസ്സും ഉണ്ട്. അപ്പോൾ അത്യാവശ്യം വെയിറ്റുള്ള ലെഗ് പ്രസ്സാണ്. ഓക്കെ, ഇതാണ് അപ്പോൾ നമ്മുടെ മെഷീൻ ഏരിയ. ഓരോ മസിൽ ഗ്രൂപ്പിനും അത്യാവശ്യം നല്ല മെഷീൻസ് ഉണ്ട്. ഓക്കെ, സോ അത്യാവശ്യം നല്ല രീതിയിൽ മെഷീൻസ് ഉണ്ട്. ഓക്കെ, രാവിലെ ഇവിടെ വർക്കിംഗ് ടൈം എന്ന് പറയുമ്പോഴത്തേക്ക് 5 മണി തൊട്ട് 9 മണി വരെയാണ്. എന്നിട്ട് വൈകിട്ടുള്ള വർക്കിംഗ് ടൈം ഇവിടെ 4 മണി തൊട്ട് രാത്രി 9 മണി വരെയാണ് ഇവിടെ വർക്കിംഗ് ടൈം ആയിട്ടുള്ളത്. സോ ആ ടൈമിലാണ് ഞാൻ ട്രെയിനറായിട്ട് ഇവിടെ നിൽക്കുന്നത്. ചെസ്റ്റിൻ്റെ വർക്കൗട്ടായിരുന്നു. ചെസ്റ്റിൻ്റെ വർക്കൗട്ട് ഞാൻ ഇട്ടിട്ടുണ്ട്. ഞാൻ ലൈക്ക് എക്സസൈസ് 1-2 മാത്രമേ ഇട്ടിട്ടുള്ളൂ. പക്ഷേ ഞാൻ പറഞ്ഞുതരാം എന്തൊക്കെ ചെയ്തത്. ഞാൻ ഇട്ടേക്കുന്ന വീഡിയോയിൽ ഇൻക്ലൈൻ പ്രസ്സാണ് ചെയ്തത്, പിന്നെ ബട്ടർഫ്ലൈ ചെയ്തു, പിന്നെ നമ്മൾ ഇൻക്ലൈൻ സ്മിത്ത് മെഷീനിൽ നമ്മൾ ബാർബലിൻ്റെ ചെസ്റ്റ് പ്രസ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളൊരു ചെയറിൽ ഇരുന്നിട്ട് നമ്മുടെ കേബിൾ വെച്ചിട്ട് മുകളിലോട്ട് പ്രസ് ചെയ്തായിരുന്നു. സോ ഇതാണ് ചെസ്റ്റിന് ചെയ്തത്. പിന്നെ ലാറ്റർ റേസ് ഷോൾഡറിനും പിന്നെ നമുക്ക് ഓവർ ഹെഡ് റോപ്പ് എക്സ്റ്റൻഷൻ നമുക്ക് ലൈക്ക് ട്രൈസെപ്സിന് ചെയ്തിട്ട് വർക്കൗട്ട് ഫിനിഷ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഈ വീഡിയോയിൽ അത്രയേ ഉള്ളൂ. ഒരു പുതിയ ജോബ് കിട്ടിയതിൻ്റെ ഒരു അപ്ഡേറ്റ് തരാനാണ്. പിന്നെ പോസ്റ്റ് വർക്കൗട്ട് മീലും കൂടെ കാണിച്ചു തന്നിട്ട് ഈ വീഡിയോ ഞാൻ എൻഡ് ചെയ്യും. അപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, സോ ഞാൻ നിങ്ങൾക്ക് ജിമ്മിൽ നിന്ന് വന്നിട്ട് കഴിക്കുന്ന ഒരു മീല് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഓക്കെ, ഞാൻ ജിമ്മിൽ നിന്ന് വന്നു കഴിഞ്ഞിട്ട് ഞാൻ കഴിക്കുന്നതെന്ന് വെച്ചാൽ ചിക്കനും റൈസുമാണ്. സോ ബേസിക്കലി ഒരു 460 ഗ്രാം ചിക്കൻ ഉണ്ട്. സോ ഈ ചിക്കനും പിന്നെ ബസ്മതി റൈസുമാണ് ഞാൻ കഴിക്കുന്നത്. ഓക്കെ, സോ ഇത് ഞാൻ 2 നേരമായിട്ടാണ് കഴിക്കുന്നത്. ബസ്മതി റൈസ് ഞാൻ ചിലപ്പോൾ അത് കാർബിൻ ഇൻടേക്ക് അനുസരിച്ചിരിക്കും. ചില ദിവസങ്ങളിൽ 400 ലൈക്ക് ടോട്ടൽ വെയിറ്റ് അറൗണ്ട് 400 ഗ്രാം കഴിക്കും കുക്ക്ഡ് വെയിറ്റ്. അല്ലെങ്കിൽ ചില ദിവസം ഞാൻ 500 വരെ പോകും. സോ ഇതാണ് ഞാൻ പോസ്റ്റ് വർക്കൗട്ട് മീൽ കഴിക്കുന്നത്. സോ ഇത് പ്രിപ്പയർ ചെയ്യുന്നത് വെച്ചാൽ ലൈക്ക് ചിക്കന് മസാലാസൊക്കെ ഇട്ടിട്ട് ലൈക്ക് ചെറിയ രീതിയിൽ ഓയിൽ ഒഴിച്ചിട്ട്, അതായത് കോക്കനട്ട് ഓയിൽ ചെറിയ രീതിയിൽ ഒഴിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അത് അടച്ചു വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റൈസ് പിന്നെ ഞാൻ പറയേണ്ട ആവശ്യമില്ല. സോ ഇതാണ് ഞാൻ ബേസിക്കലി എല്ലാ ദിവസവും കൊടുക്കുന്ന മീല്, പോസ്റ്റ് വർക്കൗട്ട് മീല്. പ്രീ വർക്കൗട്ടും മോർണിംഗ് സെയിം ആണ്, ഓട്സ് എക്സ് ഞാൻ എടുക്കുന്നത്. സോ അത് ഇവിടെ വന്നിട്ട് ഞാൻ ചേഞ്ച് ചെയ്തിട്ടില്ല. സോ ഇത് ഞാൻ പതുക്കെ ചേഞ്ച് ചെയ്യും, ചെറിയ കാര്യങ്ങൾ ആഡ് ചെയ്യാറുണ്ട്. സോ ഇതാണ് പോസ്റ്റ് വർക്കൗട്ട് മീല്. അത് ജസ്റ്റ് ഒന്ന് കാണിക്കാമെന്ന് വെച്ചു.